പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ UP പോലീസ് സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളുമായി ഏകോപിപ്പിക്കാനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയതായി UP DGP എക്സിൽ അറിയിച്ചു. കനത്ത നിയന്ത്രണങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിലുള്ളത്. 26 നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് 15ാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം പുലർച്ചെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ചാരമായി. ലഷ്കർ-ഇ-ത്വയ്ബ, ജെയ്ഷെ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളുടെ താവളങ്ങളാണ് തകർന്നത്. പുലർച്ചെ 1:44 കര, നാവിക, വ്യോമ സേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും പ്രത്യാക്രമണത്തിന് പിന്നാലെ സൈന്യം വിശദീകരിച്ചു. ആക്രമണം സ്ഥിരീകരിച്ച പാകിസ്ഥാൻ കൊല്ലപ്പെട്ടവർ നിരപരാധികളാണെന്ന വാദവുമായി രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്യത്തെ 5 വിമാനത്താവളങ്ങൾ അടച്ചു. ശ്രീനഗർ, ലേ, ജമ്മു, അമൃത്സർ, ധരംശാല വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വിമാന സർവീസുകൾ റദ്ദാക്കി. നിരവധി സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികൾ എന്നിവ സർവീസ് തടസ്സപ്പെടുമെന്ന് അറിയിച്ചു. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി ഖത്തർ എയർവേസ് നിർത്തിവച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഏർപ്പെട്ട എല്ലാ വ്യോമസേന പൈലറ്റുമാരും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ പാക് പിന്തുണയോടെ ഭീകരാക്രമണമുണ്ടായത്. 26 പേരെയാണ് മതം ചോദിച്ച ഭീകര സംഘം ഉറ്റവരുടെ കൺമുന്നിൽ വെടിവെച്ചു വന്നത്. അതേസമയം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഉത്തരവാദിത്തത്തോടെ ആനുപാതികമായ മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളുടെ വീഡിയോ പങ്കുവച്ചാണ് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും വാർത്താ സമ്മേളനത്തിൽ മിശ്രിക്കൊപ്പം പങ്കെടുത്ത് വിശദീകരിച്ചു. ഏറ്റവും ക്രൂരമായ ആക്രമണത്തിന് മറുപടി നൽകിയെന്ന് വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TRF ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-ത്വയ്ബയും ജെയ്ഷെ-മുഹമ്മദുമാണ് TRF പോലുള്ള സംഘടനകൾക്ക് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബുധനാഴ്ച പുലർച്ചെയാണ് തിരിച്ചടിച്ചത്. ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും കൃത്യമായ മറുപടി നൽകി. പാകിസ്ഥാൻ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകിയിരുന്നു. ജമ്മു കശ്മീരിനെ തകർക്കാനുള്ള ശ്രമമായിരുന്നു. രാജ്യത്ത് വർഗീയത പടർത്താനും ശ്രമിച്ചു. ആ ശ്രമങ്ങളെ രാജ്യം ചെറുത്തു തോൽപ്പിച്ചു. TRFുമായി ബന്ധമില്ലെന്ന് വരുത്താൻ പാകിസ്ഥാൻ പരമാവധി ശ്രമിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. ഇന്ത്യ നയതന്ത്ര തലത്തിൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ തിരിച്ചടി അനിവാര്യമെന്നും വിക്രം മിശ്രി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.